അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ നടക്കാനിരിക്കുന്ന 3-ലെ ലിസാനുൽ ഖുർആനുമായി ബന്ധപ്പെട്ട വാർഷിക പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് കുറഞ്ഞത് നമ്മൾ 2 പേപ്പറെങ്കിലും വിശകലനം ചെയ്യുന്നുണ്ട്. അതുപോലെ ലിസാനിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ക്വിസ് ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അതിലും ജോയിൻ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ അതിൽ പറയും. അതുപോലെ ആവശ്യമായ ലിങ്കുകളൊക്കെ അതിൽ വരും. നമുക്കിനി ആദ്യ പ്രവർത്തനം നോക്കാം. ഇവിടെ നക്തുബു സുആല കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. കൈഫ ഹാലുക്കി, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് അനബി ഖൈർ എന്നാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മറുപടിയാണ് രണ്ടാമത് തന്നിട്ടുള്ളത്, ചോദ്യം തന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ചോദ്യമാണ് തയ്യാറാക്കേണ്ടത്. സംഭവം സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോദ്യം തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഉത്തരം വായിച്ച് നോക്കാം. ലൈസ ഇന്ദി ജവ്വാലുൻ, എൻ്റെ അടുത്ത് എന്തില്ല? മൊബൈൽ ഫോണില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇനി എന്താ ചോദ്യം ചോദിക്കേണ്ടത്? നിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ എന്നാണ് വേണ്ടത്. അപ്പോൾ ഈ ചോദ്യചിഹ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൽ ഉപയോഗിക്കുന്നത്. ഹൽ എന്നാണ് ചോദിക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നറിയണമെങ്കിൽ ഹല്ല് ചോദിച്ചിട്ടാണ് തുടങ്ങാം. ഹൽ ഇന്ദക, നിൻ്റെ അടുക്കലുണ്ടോ? ജവ്വാലുൻ, നിൻ്റെ അടുക്കൽ മൊബൈൽ ഫോൺ ഉണ്ടോ? അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് ലൈസ ഇന്ദി ജവ്വാലുൻ, എൻ്റെ അടുക്കൽ മൊബൈൽ ഫോൺ ഇല്ല. ഇനി മൂന്നാമത്തത് ചോദ്യമില്ല, ഉത്തരം തന്നിട്ടുണ്ട്. ഫിയദി കിതാബി, എൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യം എന്താ വരേണ്ടത്? നിൻ്റെ കയ്യിൽ എന്താണ്? അത് നമുക്ക് അറബി മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, അറബിയിൽ തന്നെ എഴുതി കൊടുക്കണം. നിൻ്റെ കയ്യിൽ എന്താണ്? എന്ത് എന്നതിന് മാതാ എന്ന് പറയാം, മാതാ. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ ആദ്യം മാതാ എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ടാണ് ചോദിക്കേണ്ടത് നിൻ്റെ കയ്യിൽ. മാതാ ഫിയദിക, മാതാ ഫിയദിക, അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. മാതാ ഫിയദിക, നിൻ്റെ കയ്യിൽ എന്താണ്? അപ്പോൾ അതിന് മറുപടിയാണ് ഫിയദി, എൻ്റെ കയ്യിൽ കിതാബി, എൻ്റെ പുസ്തകമാണ്. നാലാമത്തത് ചോദ്യം തന്നിട്ടില്ല, പക്ഷെ ഉത്തരമുണ്ട്. നഅം, അതെ. വഹിബ്ബുൽ ഖിറാഅത്ത, എനിക്ക് വായന ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ചോദ്യം കൊണ്ടുവരണം. നിനക്ക് വായന ഇഷ്ടമാണോ എന്നെങ്ങനെ പറയും? ഇഷ്ടം ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ആണോ എന്ന് വരില്ലേ? അപ്പോൾ ഹല്ലാണ് ഫസ്റ്റ് ചേർക്കേണ്ടത്. ഹൽ 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 തുഹിബ്ബു, ഹൽ തുഹിബ്ബുൽ ഖിറാഅത്ത, നിനക്ക് വായന ഇഷ്ടമാണോ? അപ്പോൾ അതിന് മറുപടിയാണ് നഅം ഉഹിബ്ബുൽ ഖിറാഅത്ത, അത് എനിക്ക് വായന ഇഷ്ടമാണ്. ഇനി 5 ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതണം. നമുക്ക് അതിന് എവിടെ എഴുതേണ്ടത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മറുപടിയാണ് നോക്കേണ്ടത്. ഇസ്മി സഫുവാനു, എൻ്റെ പേര് സഫുവാൻ എന്നാണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് എന്തായിരിക്കും? നിൻ്റെ പേര് എന്താണ്? ഞാൻ എന്താ പറയാം? മസ്മുക, മസ്മുക. ഓക്കെ, മസ്മുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മറുപടിയാണ് ഇസ്മി സഫുവാൻ, എൻ്റെ പേര് സഫുവാൻ എന്നാണ്. 6 ഡാഷ്, ചോദ്യം നിന്നിട്ടില്ല, പക്ഷെ ഉത്തരമുണ്ട്. നഅം സമയത്തുൽ അദാന, അതെ ഞാൻ ബാങ്ക് കേട്ടു. അപ്പോൾ നീ ബാങ്ക് കേട്ടോ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പോൾ അതിന് കേട്ടോ നമ്മൾ ചോദ്യചിഹ്നമായിട്ട് എന്താ ഉപയോഗിക്കുക? ഹൽ, ഹല്ലാണ് ഉപയോഗിക്കേണ്ടത്. ഹൽ സമയത്ത, ഇവിടെ തു എന്നല്ലേ, അത് താക്കി മാറ്റിയിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഹൽ സമയത്ത അൽ അദാന, ഹൽ സമയത്തൽ
അദാന ഇതതിന് ശേഷം വരണം. മനസ്സിലായില്ലേ? അതായത് ഈ നാമെന്ന് വെട്ടിയിട്ട് ഇവിടുന്ന് വെട്ടിയെടുക്കുകയല്ല, മറിച്ച് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഹല്ല് എഴുതിയ ശേഷം ഇവിടുന്ന് വാക്കിയുടെ എഴുതിയെടുത്താൽ മതി. ഹൽ സമയത്ത ഇവിടെ താ ആക്കുമാണ്. ഹൽ സമയത്തിൽ അദാന, നീ ബാങ്ക് കേട്ടോ? അപ്പം അതിന് മറുപടിയാണ് നാം സമയത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു. ഇനി അടുത്തൊരു പ്രവർത്തനമാണ് നക്തുബു ബിൽ ഹുറൂഫി, ഹറഫുകളെ കൊണ്ട് എഴുതുക. അതായത് ഇവിടെ 20 എന്ന് അറബിയിലെ അക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി എന്ത് ചെയ്യണം? അറബിയിൽ എഴുതിയെടുക്കണം, അത് അക്ഷരങ്ങളായിട്ട്. അതിനെങ്ങനെ പറയാം? 20 അറബിയിൽ പറയാം ഐഷുറൂൻ, ഐഷുറൂൻ. അതങ്ങോട്ട് എഴുതി കൊടുക്കണം. രണ്ടാമത്തേതോ 13. 13 നമ്മൾ എന്താ പറയാം? സലാസത്ത അശറ, സലാസത്ത അശറ. ഇനി അടുത്തത് 3. 3 സലാസ്, സലാസത്തുൻ കേട്ടോ, സലാസത്തുൻ. ഇനി 7 സബ്അത്തുൻ, ഇവിടെ എഴുതി കൊടുക്കേണ്ടത് സബ്അത്തുൻ. അപ്പോൾ ആ ബുക്കിലെ, അതായത് ഒരു നമ്മൾ പാഠപുസ്തകത്തിൽ 33-ാമത്തെ പേജിൽ ഈ എണ്ണങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരു പട്ടിക. ആ പട്ടിക മുഴുവനായിട്ടും പഠിച്ചു വെക്കണം. 1 മുതൽ 20 വരെ എണ്ണം പഠിക്കുന്നുണ്ട്. ആ 20 വരെയുള്ള എണ്ണങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും തെറ്റാത്ത രീതിയിൽ തന്നെ പഠിച്ചെടുക്കണം. അത് നിർബന്ധമാണ്. എണ്ണം ചിലപ്പോൾ ഇതുപോലെ ചോദിക്കും. പിന്നെ അതുപോലെ അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം ഇതാണ്, നസ്വില ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ അസ്സലാമു എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തതിൽ, ഡാഷ് എന്ന് വാക്കിയുണ്ട്. അപ്പോൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ട ഏതാണ്? അസ്സലാമു അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും. 2 അല ഡാഷ് 15 ത്വാഇറൻ, അവിടെ എന്താണ് എഴുതേണ്ടത്? അലഷജറത്തി എന്നാണ് കൊണ്ടുവരേണ്ടത്. അലഷജറത്തി 15 ത്വാഇറൻ. ഇനി 3 ഡാഷ് അൽ വലതു ഇലൽ മദ്രസത്തി, അപ്പോൾ അവിടെ യോജിച്ച ഫിഅൽ കൊണ്ടുവരണം. ഇതാണ് യദ്ഹബു, പോയി എന്നാണ് അർത്ഥം, പോകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ യദ്ഹബുൽ വലതു ഇലൽ മദ്രസത്തി, ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു. അവസാനത്തത് അൽ ഹഖീബത്തു ഡാഷ് അത്വാവിലത്തി, അവിടെ യോജിച്ച ഏതാണ്? അല എന്നാണ്. മേശം, മേൽ. ആ മേൽ എന്നതിന് വേണ്ടിയിട്ടാണ് അല കൂട്ടുന്നത്. അല ത്വാവിലത്തി മേശം മേൽ, അല സബൂറത്തി ബോർഡ് മേൽ. അപ്പോൾ അൽ ഹഖീബത്തു ബാഗ്, അലൽ ത്വാവിലത്തി മേശം മേലാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം നുകമ്മിലു ബിൽ അയ്യാമിൽ ഉസ്ബുഇ, ആഴ്ചയിലെ ദിവസങ്ങളെ കൊണ്ട് പൂരിപ്പിക്കാൻ. ഇവിടെ യൗമുൽ സബത്ത് കൊടുത്തിട്ടുണ്ട്, ശനിയാഴ്ച. അപ്പോൾ നമുക്കിനി ഓർഡറിൽ ഞായറാഴ്ച മുതൽ അങ്ങനെ പോന്ന് ശനിയാഴ്ച വരെ എഴുതി കൊടുക്കണം. അതിന് ഞായറാഴ്ചക്ക് എന്താ പറയുക? യൗമുൽ അഹദ്, യൗമുൽ അഹദ് ഞായർ. തിങ്കളിനോ യൗമുൽ ഇസ്നൈൻ. പിന്നെ ചൊവ്വാഴ്ചക്ക് യൗമു സുലസ. പിന്നെയോ ബുധനാഴ്ച യൗമുൽ അർബിഅ. പിന്നെ വ്യാഴാഴ്ച യൗമുൽ ഖമീസ്. പിന്നെ വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ. പിന്നെ യൗമുൽ സബത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശനിയാഴ്ച. അപ്പം ഈ ഭാഗം നിർബന്ധമായി പഠിക്കണം. ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോൾ ചോദിക്കും. അവർക്ക് പഠിക്കാം, ചിലപ്പോൾ പൂരിപ്പിക്കാൻ ഇതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ ളിദ്ദ, വിപരീതം എഴുതാനാണ്. ഇവിടെ യമീനുൻ എന്ന് കൊടുത്തിട്ടുണ്ട്, വലത്. അതിൻ്റെ വിപരീതം ഏതാണ്? ഷിമാൽ, ഇടത്. അതുപോലെ ഇവിടെ മഞ്ഞ നിറത്തിൽ കാണാം ഫൗഖ, മുകൾ ഭാഗം. ഫൗഖ് മുകൾ. അപ്പം അതിൻ്റെ വിപരീതം ഏതാണ്? തഹ്ത്, താഴെ. പിന്നെ വറാ എന്ന് കാണാം അവിടെ, പിറകിൽ. അതിൻ്റെ വിപരീതം ഏതാണ്? അമാം, മുമ്പിൽ. അപ്പം ഇതുപോലെ വിപരീതമോ അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമോ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ വിപരീതമാണെങ്കിലും അർത്ഥമാണെങ്കിലും ഒക്കെ പഠിക്കണം.
ഇനി അടുത്ത പ്രവർത്തനമാണ് നുക്കമ്മിലു കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ഇവിടെ കണ്ടോ, ഒരാപ്പിൾ ഉള്ളത് കൊണ്ട് ഇവിടെ 1 എന്ന് എഴുതി കൊടുത്തു. അറബിയിൽ അക്കത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് 1 എന്ന് എഴുതുക. അതോടുകൂടെ അത് ഹറഫിലേക്ക് മാറ്റി എഴുതി, വാഹിദുൻ എന്നാണ് എഴുതിയത്. അപ്പോൾ ഇനി ഇവിടെ 3 ആപ്പിളാണ് ഉള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതുക? അറബിയിൽ അക്കം ഇങ്ങനെ 3 എന്നിടും. എന്നിട്ട് ഇവിടെയോ സലാസത്തുൻ എന്നിടും, സലാസത്തുൻ കേട്ടോ. പിന്നെ അടുത്ത കോളത്തിൽ 1 2 3 4 5 5 അറബിയിൽ ഈ രൂപത്തിലാണ് ഇടുക, 5. അവിടെ എന്ത് ചെയ്യും? എഴുതണം ഹംസത്തുൻ, ഹംസത്തുൻ എന്ന് എഴുതി കൊടുക്കണം. ഇനി അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ 1 2 3 4 5 6 6 6 ആപ്പിളുകളാണ്. അപ്പോൾ ഇവിടെ അക്കത്തിൽ 6 എന്ന് എഴുതി കൊടുക്കുക. ശേഷം ഇവിടുത്തെ എത്രയാണ് എഴുതേണ്ടത്? സിത്തത്തുൻ, 6 കേട്ടോ. ഇങ്ങനെയുള്ള പ്രവർത്തനവും വരാം. ഇതൊക്കെ മോഡലാണ്. ഇനി അതിൻ്റെ താഴെയുള്ള പ്രവർത്തനം നുഅരിബു എന്നാണ്, അറബിയാക്കാൻ. 1 ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു എന്ന് എഴുതി കൊടുക്കണം. അതിനിതിൽ ആദ്യം എഴുതേണ്ടത് പ്രവൃത്തിയാണ്. റഅയ്തു, ഞാൻ കണ്ടു എന്ന് റഅയ്തു, അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. പിന്നെ എന്തിനെയാണ് കണ്ടത്? എന്തിനാണ്? ഖിത്തൻ, പൂച്ചയെ. എങ്ങനെയുള്ള പൂച്ച? അസ്വദ. അപ്പോൾ റഅയ്തു ഖിത്തൻ അസ്വദൻ എന്ന് എഴുതണം കേട്ടോ. 2 ജാസിർ മഗ്രിബ് നിസ്കരിച്ചു. അതിന് അറബിയിൽ സ്വല്ല ജാസിറുൻ സ്വലാത്തുൽ മഗ്രിബി. അവിടെ സ്വല്ല എന്നതാണ് പ്രവൃത്തി. പിന്നെ അത് ചെയ്ത ആൾ വ്യക്തി ആരാണ്? ജാസിർ. അപ്പോൾ ജാസിറിന് എഴുതണം സ്വല്ല ജാസിറുൻ സ്വലാത്തുൽ മഗ്രിബി. ജാസിർ മഗ്രിബ് നിസ്കരിച്ചു. ഇനി സുൽബുൽ മുനാസിബ്, യോജിച്ചത് ചേർത്ത് കൊടുക്കണം. നിറങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറബിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളൻ്റെ നേരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അബിയുള്ള വെള്ള. ഇനി നീലൻ്റെയോ? നീലൻ്റെ അസറക്ക്, അസറക്ക് വരഞ്ഞു കൊടുക്കുക. പിന്നെയോ പച്ചക്ക് എന്താ പറയുക? അഹ്ലർ, പച്ച. പിന്നെ മഞ്ഞക്കോ? അഹ്മർ, അസ്ഫർ. പിന്നെയോ ചുവപ്പ്, ചുവപ്പിന് അഹ്മർ. അപ്പം നിറങ്ങളും കാണാതെ പഠിക്കും. ഇനി അടുത്ത പ്രവർത്തനമാണ് നുകമ്മിലു ബിൽ ജംഇ. നമുക്ക് ജം കൊണ്ട് പൂർത്തിയാക്കാം. ഇവിടെ ത്വാഇറുൻ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷി. അപ്പോൾ ഒരുപാട് പക്ഷികളുണ്ടാകുമ്പോൾ നമ്മളെന്ത് പറയും? തുയൂറുൻ, പക്ഷികൾ എന്ന് പറയും. ഇനി അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴെ കാണാം ലൗനുൻ, നിറം. അതിൻ്റെ വിപരീതം എഴുതി കൊടുക്കണം. നിറങ്ങൾക്ക് എന്താ പറയുക? അൽവാനുൻ, നിറങ്ങൾ. ഇനി അതിൻ്റെ താഴെ കാണാം മല്ലറുൻ, അതിൻ്റെ ജമു വരിക മനാലീറുൻ, മല്ലറുൻ മനാലീറുൻ. ഇനി അടുത്തത് സഹ്റുൻ, അതിൻ്റെ ജം എന്താണ്? അസ്ഹാറുൻ. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ പേപ്പർ നോക്കി നോക്കാം. അതിൽ ആദ്യത്തെ പ്രവർത്തനമാണ് ഇവിടെ കാണാം നഉദ്ദുൽ അഷിയാ വനക്തുബുഹ ബിൽ അർഖാമി വബിൽ ഹുറൂഫി കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ഹറഫ് കൊണ്ടും അതുപോലെ ബിൽ അർഖാമി എണ്ണം കൊണ്ടും എഴുതാം. വസ്തുക്കളുടെ എണ്ണം എന്ത് ചെയ്യാം? ഒന്ന് ഹറക്കത്ത് കൊണ്ടും ഹർഫ് കൊണ്ടും അതുപോലെ തന്നെ അക്ഷരങ്ങളെ കൊണ്ടും, അതായത് വാക്ക് എണ്ണം ഉണ്ടാവുമല്ലോ, 1 2 ഇതുപോലെ ഈ രൂപത്തിലുള്ള നമ്പർ കൊണ്ടും അതുപോലെ തന്നെ വാക്കുകളെ കൊണ്ടും ഇവിടെ എഴുതി കൊടുക്കണം. അതിന് ഒന്നാമത്തെ വസ്തു മൊബൈൽ ഫോണാണ്. അതിൽ എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കണം. 1 2 3 4 5 6. അപ്പോൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, സിത്തത്തുൻ, 6 അല്ലേ, സിത്തത്തുൻ. അങ്ങോട്ട് എന്ത് ചെയ്യണം? സിത്തത്തുൻ എന്ന് എഴുതിയെടുക്കണം. ഇനി രണ്ടാമത്തെ വസ്തു പെൻസിലാണ്. പെൻസിൽ എത്ര ഉണ്ട്?
1 2 3 4 5 6 7 8 9 10 11 11 ഉണ്ട്. അപ്പോൾ നമ്മൾ അക്കത്തിൽ എഴുതുമ്പോൾ 11 ഇങ്ങനെ ഇടും. പിന്നെ എഴുതുമ്പോൾ എന്ത് ചെയ്യും? ഹറഫിൽ എഴുതുമ്പോൾ അഹദ അഷറ എന്ന് എഴുതി കൊടുക്കണം. ഇനി മൂന്നാമത്തേത് സൈക്കിളാണ്. 1 2 3 4 5 6 സൈക്കിളാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ഇതേപോലെ തന്നെ സിത്തത്തുൻ എഴുതി കൊടുക്കണം. സിത്തത്തുൻ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് ക്ലാസ്സാണ്. 1 2 3 4 5 6 7 ക്ലാസ് ഉണ്ടാകുമ്പോൾ 7 അറബിയിൽ ഇങ്ങനെയാണ് അക്കത്തിൽ എഴുതേണ്ടത്. നമ്മൾ ഇവിടെ ഹുറൂഫിൽ എഴുതുകയാണെങ്കിൽ, അക്ഷരങ്ങളിൽ എഴുതുകയാണെങ്കിൽ സബ്അത്തുൻ എന്ന് എഴുതി കൊടുക്കണം. സബ്അത്തുൻ. ഇനി റോസാപ്പൂ വേണം അഞ്ചാമത്തത്. എത്ര എണ്ണെന്ന് ആദ്യം എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 പൂക്കളുണ്ട്. പനനീർ പൂക്കൾ, റോസ് പൂക്കൾ. അപ്പോൾ അതിൽ ആ 12 ഈ രൂപത്തിലാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. 12 എഴുതുമ്പോൾ ഇങ്ങനെ. എന്നിട്ട് ഇവിടേക്ക് എഴുതുമ്പോൾ ഇസന അഷറ എന്ന് എഴുതി കൊടുക്കണം. അക്ഷരങ്ങളാക്കി എഴുതുമ്പോൾ ഇസന അഷറ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നുഇദ്ദുൽ അസ്ഇലത കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എന്ത് ചെയ്യുക? ചോദ്യം എഴുതാനും. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഐനൽ കിതാബു. ബാഗ്, പുസ്തകം എവിടെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പുസ്തകം എവിടെ? അതിൽ മറുപടി ഇതെവിടെ ഉണ്ട്? അൽ കിതാബു ഫിൽ ഹഖീബത്തി. പുസ്തകം ബാഗിലാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട്. ദാലിക ദീക്കുൻ. അത് പൂവങ്കോഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത്? മാ ദാലിക. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. മാ ദാലിക. മാ ദാലിക അതെന്താണ്? അപ്പോൾ ദാലിക ദീക്കുൻ. അത് പൂവങ്കോഴിയാണ്. ഇതുപോലെ തന്നെയാണ് താഴത്തുള്ളത്. ഇവിടെ മറുപടി തന്നിട്ടുണ്ട്. തിൽക്ക ദജാജത്തുൻ. അത് പിടക്കോഴിയാണ്. ഇവിടെ മറുപടി ഉണ്ട്. തിൽക്ക ദജാജത്തുൻ. അത് പിടക്കോഴിയാണ്. അപ്പം നമ്മൾ ഇവിടെ എന്താണ് ചോദ്യം എഴുതേണ്ടത്? ഒരു കാര്യം ഉറപ്പിക്കുക, തിൽക്ക ഇവിടെ വരും അല്ലേ? തിൽക്ക എന്നത് ഇവിടെ എഴുതണം. പക്ഷെ അതിന് മുമ്പ് ഇതുപോലെ മുകളിൽ കൊടുത്തതുപോലെ മാ എന്ന് എഴുതി കൊടുക്കണം. മാ തിൽക്ക അതെന്താണ്? അപ്പം അതിനുള്ള മറുപടിയാണ് തിൽക്ക ദജാജത്തുൻ. അത് പിടക്കോഴിയാണ്. ഇനി മൂന്നാമത്തത് ഡാഷ് എന്തോ അവിടെ ചോദ്യമുണ്ട്. അതിനുള്ള മറുപടി ഇത് എവിടെ കൊടുത്തിട്ടുണ്ട്? അൽ ഹഖീബത്തു അല ത്വാവിലത്തി. ബാഗ് മേശം മേലാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക? ഐനൽ ഹഖീബത്തു. അപ്പോൾ ഈ മറുപടി തന്നിട്ടുണ്ടാവും അൽ ഹഖീബത്തു അല ത്വാവിലത്തി. ബാഗ് മേശം മേലാണ്. അവിടെ ഐനൽ ഹഖീബത്തു എന്ന് എഴുതി കൊടുക്കാം. ഇനി മറ്റൊരു പ്രവർത്തനം കൂടെ പരിചയപ്പെടാം. നമുക്കിവിടെ നുകമ്മിലു ബിൽ മുനാസിബി കമാഫിൽ മിസാലി. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ഇന്ത്യ യോജിച്ചത് പൂർത്തിയാക്കാനാണ്. ഇവിടെ കൊടുത്തത് കാണാം. യഷ്റബു മാജിദുൻ അൽ മാ ആ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യോജിച്ചത് യഷ്റബു ആണ്. കണ്ടോ? യഷ്റബു എന്നുണ്ട്. ഇവിടെ തഷ്റബു എന്നാണ് വേണ്ടത് കേട്ടോ ഇവിടെ. കാരണം എന്നാലേ രണ്ടും യഷ്റബു ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് തഷ്റബു ആക്കാം. യഷ്റബു തഷ്റബു. അപ്പോൾ ഇവിടെ യോജിച്ചത് ഏതാണ്? യഷ്റബു ആണ് വരിക. കാരണം ഇവിടെ മാജിദുൻ എന്ന് പറഞ്ഞത് പുരുഷനാണ്. പുരുഷനാകുമ്പോൾ തുടക്കത്തിൽ യാ ഉള്ളതായിരിക്കും. സ്ത്രീ ആവുകയാണ് താ ഉള്ളതാണ് വരിക. ഇവിടെ മാജിദാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇവിടെ യാ ഉള്ള യഷ്റബു ആണ് വരേണ്ടത് കേട്ടോ. മറ്റൊന്ന് ഡാഷ് അൽ വലതു ഇലൽ മദ്രസത്തി. ആൺകുട്ടി മദ്രസയിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു എന്നാണ് വേണ്ടത്. ഇവിടെ യദ്ഹബു എന്നുണ്ട്, തദ്ഹബു എന്നുണ്ട്. ഇതിൽ ശരിയായത് ഏതാണ്?
യദ്ഹബു ആണ്. കാരണം എന്താ? തുടക്കത്തിൽ യാ വന്നിട്ടുണ്ട്, ഇവിടെ പുരുഷനുമാണ്, അതുകൊണ്ട് യാ ഉള്ളതാണ് എഴുതേണ്ടത് കേട്ടോ. തുടക്കത്തിൽ താ ഉള്ളതാവുമ്പോഴാണ് സ്ത്രീ വരേണ്ടത്. ഇനി 2 ഡാഷ് അൽ ബിന്തു മിൻ ഹൗളി. അവിടെ യോജിച്ച ഏതാണ്? ഇവിടെ ബിന്താണ്, പെൺകുട്ടിയാണ്. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ പെൺകുട്ടി ഹൗലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വുളൂ ചെയ്യുന്നു എന്നാണ് അർത്ഥം വേണ്ടത്. അപ്പോൾ യതവല്ലഉ എന്നാണോ തതവല്ലഉ എന്നാണോ വേണ്ടത്? നമ്മൾ പറഞ്ഞു സ്ത്രീയാണെങ്കിൽ തുടക്കത്തിൽ താ ആയിരിക്കണം. അപ്പം തതവല്ലഉ എന്നതാണ് ശരി. ഇനി 3 ഡാഷ് ബാസിമുൻ മിനൽ മസ്ജിദി. പള്ളിയിൽ നിന്ന് ബാസിം എന്ത് ചെയ്യുന്നു? ഡാഷ് മടങ്ങുന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ യർജിഉ എന്നാണോ തർജിഉ എന്നാണോ ചേർത്ത് കൊടുക്കേണ്ടത്? സംശയമല്ല, യർജിഉ എന്ന് തന്നെയാണ്. കാരണം തുടക്കത്തിൽ യാ ഉള്ളതാണെങ്കിൽ അത് പുരുഷനാണ്, യർജിഉ. ഇനി 4 ഡാഷ് അൽ ഉമ്മു ഫിൽ ബൈത്തി. വീട്ടിൽ ഉമ്മ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ യദ്ഖുലു എന്നാണോ തദ്ഖുലു എന്നാണോ? ഇവിടെ ഉമ്മ എന്നത് ആരാണ്? സ്ത്രീ ആയതുകൊണ്ട് ഇവിടെ തദ്ഖുലു എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഈ പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അടുത്ത പ്രവർത്തനം നോക്കുന്നത് നുക്കമ്മിലു ബിൽ അയ്യാം. ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാനാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ദിവസങ്ങൾ എഴുതുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 ദിവസങ്ങളും കൃത്യമായ ആ തുടക്കം മുതൽ ആ ഓർഡറിൽ തന്നെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. പരീക്ഷയിൽ അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ യൗമുൽ അഹദ് ഞായർ, യൗമുൽ ഇസ്നൈൻ ഇവിടെ ഉണ്ട്, യൗമുൽ സുലസാ ചൊവ്വ, യൗമുൽ അർബിഅ ബുധൻ, ഇവിടെ എന്താ വരിക? യൗമുൽ ഖമീസ് വ്യാഴം, യൗമുൽ ജുമുഅ വെള്ളി. അപ്പം ഇനി ഇവിടെ എന്താ വരിക? യൗമു സബ്ത് ശനിയാഴ്ച. ഇനി മറ്റൊരു പ്രവർത്തനം കൂടെ പരിചയപ്പെടാം. നഫ്ഹമു ബിൽ ജിഹാത്തി വനുക്കമ്മിലു. നമുക്കിവിടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പൂർത്തിയാക്കി കൊടുക്കുക. ഇവിടെ ഒന്നാമത്തെ ഭാഗം ഫൗഖ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ വരിക? തഹ്ത. പിന്നെയോ ഇതിൻ്റെ മുമ്പോ കുട്ടിയുടെ മുൻഭാഗത്തേക്ക് പറയുമ്പോൾ അമാം. ഇവിടെ ഇടതുഭാഗം കണ്ടോ? ഷിമാൽ എന്ന് കൊടുത്തിട്ടുണ്ട്, ഷിമാൽ. അപ്പോൾ വലതുഭാഗത്തിന് എന്താ പറയുക? യമീൻ. ഓക്കെ. അപ്പോൾ ഈ കുട്ടി നിൽക്കുന്നുണ്ടോ? ഈ കുട്ടിയുടെ വലതുഭാഗം യമീനാണ്. അപ്പോൾ അവിടെ എന്താ വരിക? ഷിമാൽ. അതേപോലെ തഹ്ത എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടിയുടെ മുകൾ ഭാഗത്തിന് ഫൗഖ, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. കണ്ടോ? ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി നമുക്ക് നുതർജുമു ഇലൽ മലയാളം. നമുക്ക് അറബി മലയാളത്തിൽ ഇവിടെ എഴുതി കൊടുക്കാം. 1 ഖലമുൻ അഹ്മറു ചുവന്ന പേന. 2 മാഞ്ച അഖ്ലറു പച്ച മാങ്ങ. ഫീലുൻ അസ്വദു കറുത്ത ആന. മൗസുൻ അസ്ഫറു, അസ്ഫർ പറഞ്ഞാൽ മഞ്ഞ, മൗസ് പറഞ്ഞാൽ പഴം, മഞ്ഞപ്പഴം. ഇനി 5 തിസ്അത്തു കുതുബിൻ. തിസ്അ എത്രയാണ്? 9. കുതുബിൻ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. കിതാബുൻ എന്നതിൻ്റെ ജം ആണ് കുതുബ്. അപ്പോൾ 9 പുസ്തകങ്ങൾ. പിന്നെ അവസാനത്തത് 15 അർനബൻ. 15 പറഞ്ഞാൽ 15, അർനബൻ എന്ന് പറഞ്ഞാൽ മുയലുകൾ. അപ്പോൾ 15 അർനബൻ 15 മുയലുകൾ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു റിവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. റിവിഷൻ എന്ന് പറഞ്ഞാൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്കായിരുന്നു അതിൻ്റെ റിവിഷൻ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഒന്ന് പോയി കാണാം, അത് ഉപകരിക്കും. അതിൽ അർദ്ധവാർഷിക പരീക്ഷ വരെയുള്ള പോർഷൻസുകളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.